കുറച്ച് ചക്ക ഞാൻ ഇവിടെ കുരുവൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ളു ഉപ്പിടണം. കുറച്ച് മാത്രമേ ഉപ്പിടുന്നുള്ളൂ. നമ്മൾ മധുരം ഇടുന്ന ഇതാണ്. അതിലേക്ക് തന്നെ ഒരു പിടി ശർക്കര, അത് ആളുകളെ മധുരത്തിന് ആവശ്യമായിട്ട് ഉള്ളത് ചേർക്കണം. കൂടുതൽ മധുരം വേണമെങ്കിൽ കൂടുതൽ ചേർക്കണം. ഇപ്പം ഇതൊരു മിക്സിയിൽ അരച്ചുകൊണ്ട് വരാം. നല്ലതുപോലെ മഷി പോലെ അരച്ചുകൊണ്ട് വരാം. ഇതിപ്പോൾ അരച്ചെടുത്ത മിക്സ് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇടുന്നത്. അത് കുറേശ്ശെ ഇട്ട് നമ്മൾ കൈ കൊണ്ട് ഞവിടി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് നമ്മൾ അവസാനത്തെ ട്രിപ്പ് ഇട്ട് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കണം. ഇച്ചിരി കുറച്ച് നേരം നമ്മളിങ്ങനെ കൈ കൊണ്ട് യോജിപ്പിച്ചുകൊണ്ടിരിക്കണം. നല്ലതുപോലെ മിക്സാക്കി എടുക്കണം. ഇനി ഒരു നുള്ളു സോഡാപ്പൊടി ലേശം വെള്ളം ഒഴിച്ച് ഒന്ന് കലക്കി ഇതിലേക്ക് ഒഴിക്കണം. വീണ്ടും അതൊന്ന് ഞവിടി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച മാവ് എണ്ണ ഇവിടെ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് കൈ ഇച്ചിരി വെള്ളം നനച്ചിട്ട് ഇതിലേക്ക് കുറേശ്ശെ ഇതുപോലെ കോരി ഇട്ട് കൊടുക്കാം. കരിയാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ തീ കുറച്ച് വെച്ച് വേണം എടുക്കാൻ. ഇതിപ്പോൾ ഇച്ചിരി താമസിച്ചു. വലുതായിട്ട് എണ്ണ കുടിക്കത്തൊന്നുമില്ല. നമ്മളത് നോക്കി നിന്ന് തീ കുറച്ച് വെച്ച് തിരിച്ചിട്ട് കരിയുന്നതിന് മുമ്പേ ഒക്കെ എടുക്കണം. ഇത് നമുക്ക് ബോണ്ട പോലെ കിട്ടും. കൂടുതൽ എണ്ണയൊന്നും കുടിക്കില്ല. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ നല്ല ടേസ്റ്റിയായ ഒരു പലഹാരമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വരിക്കച്ചക്കയാണ് ഞാൻ ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. എല്ലാവരും ആ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ഞാൻ ഇളക്കി കൊടുക്കുന്നത് നല്ലതായി എല്ലാ ഭാഗവും ഒരുപോലെ വെന്ത് കിട്ടാൻ സഹായിക്കും. കൂടുതൽ എണ്ണയൊന്നും കുടിക്കത്തില്ല. ഇപ്പോൾ നമ്മൾ ഒഴിച്ച എണ്ണ തന്നെ അതുപോലെ കിടക്കുകയാണ്. കണ്ടില്ലേ, 1 കപ്പ് ഗോതമ്പ് പൊടിയും ഇച്ചിരി ചക്കയും കൊണ്ട് പാത്രം നിറയെ പലഹാരം നമുക്ക് ഉണ്ടാക്കാം. നല്ല ബോണ്ടയാണ് ഇത്. നല്ല പിറമെല്ലാം നല്ല കട്ടിയായിട്ടിരിക്കും. പിന്നെ അകം നല്ലപോലെ വെന്ത് ബോണ്ടക്കാലും ഭയങ്കര ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഇനി ഇതിനകത്ത് ഏലക്ക വേണമെന്നുള്ളത് ഏലക്ക ചേർക്കാം. ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു.